അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ അന്തസത്തയെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഹജ്ജ് അള്ളാഹുവിനുള്ള പൂർണ്ണമായ സമർപ്പണവും ഇസ്ലാമിൻ്റെ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും സംശുദ്ധമായ ഇഖ്ലാസും ഭക്തിയുമാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ഇഹ്റാമും തുവാഫും തൽബിയത്തുമൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എക്കാലത്തും മനുഷ്യകേന്ദ്രീകൃതമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്ന് കാണാവുന്നതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഏറ്റവും കൂടുതലായി നൽകുന്ന മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നിടത്ത് ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. മാലോകർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയമാണ് അനുഗ്രഹപൂർണമായിട്ടുള്ള ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാ മന്ദിരം. ഇത് മാലോകർക്കു വേണ്ടി ഉള്ളതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിശേഷണമാണ് റബ്ബിന്നാസ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു. പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമുക്കത് വായിക്കാൻ കഴിയും. 21-ാമത്തെ അധ്യായത്തിലെ 107-ാമത്തെ വചനം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മാലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടല്ലാതെ, റഹ്മത്തായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്തും ഈ മാലോകരെ പ്രത്യേകം പറയാണ്. ഖുർആനുമായി ബന്ധപ്പെടുത്തി പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. മനുഷ്യർക്ക് സന്മാർഗത്തിന് വേണ്ടിയുള്ളതാണ് എന്നതാണ്. ഇപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമാണ് ഇസ്ലാമിൻ്റെ ആരാധനകളും ഇസ്ലാമിക ആദർശവും വിശ്വാസവും ഒക്കെ തന്നെയും. ആ നിലയിൽ ഹജ്ജ് കർമ്മവും മനുഷ്യരുമായി ഏറ്റവും ബന്ധമുള്ളതാണ്. മനുഷ്യർ പാലിക്കേണ്ടുന്ന സമത്വവും അതേപോലെ തന്നെ ആദരവും ബഹുമാനവും ഒക്കെയും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഈ ആരാധന നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഹജ്ജിനെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള ആളുകൾക്ക്
അവിടേക്ക് തീർത്ഥാടനം പോവുക എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, അതല്ലെങ്കിൽ നിഷേധിയാവുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മാലോകരെ ഒരിക്കലും ആശ്രയിക്കേണ്ടതില്ലാത്തവനാകുന്നു. ആ നിലയിലാണ് അതിൻ്റെ കൽപ്പനയായി അള്ളാഹു പറഞ്ഞു വച്ചിട്ടുള്ളത്. നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അള്ളാഹു നിങ്ങളുടെ മേലെ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു പ്രവാചകൻ. ഫഖാമൽ അക്റഅ ബിൻ ഹാബിസ് തമീമി, അക്റബിനുൽ ഹാബിസു തമീമി എന്ന് പറയുന്ന സഹാബി വര്യൻ പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റ് അദ്ദേഹം ചോദിച്ചു, അഫീ കുല്ല ആമിൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ എല്ലാ കൊല്ലവും പോകണമെന്ന്. ലൗ കുൽത്തു, പ്രവാചകൻ പറയാണ്, ലൗ കുൽത്തു നഅം ലവജബത് വലമ്മ ഇസ്തതഅതുൽ ഹജ്ജ മറത്തൻ ഫമൻ സാദ ഫഹുവ തത്തവ്വ, ഞാൻ നിങ്ങളോട് പോകണം അല്ലെങ്കിൽ അതേ എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ മേൽ നിർബന്ധമായി തീരും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വമേധയാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ചെയ്താൽ അതൊരു ഐച്ഛിക കർമ്മമായി രേഖപ്പെടുത്തുമെന്നതാണ്. മക്കയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആനിൽ ബക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. മക്കയെ ബക്ക എന്ന് ഖുർആൻ രേഖപ്പെടുത്തിയിൽ ഭാഷാപരമായും ചരിത്രപരമായും ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ബക്ക എന്ന് പറയുന്നത് കഅബയും അതിനോട് തൊട്ടടുത്തിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. മക്ക എന്ന് പറയുന്നതാകട്ടെ ആ നഗരിയെ മൊത്തത്തിൽ പറയുന്ന പേരുമാണ്. ബക്കയുടെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് തിരക്ക് കൂട്ടുക, ഞെരുങ്ങുക എന്നൊരർത്ഥം അതിനുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെയും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെ കൊണ്ട് മക്കയും പരിസര പ്രദേശങ്ങളുമൊക്കെ തിങ്ങി ഞെരുങ്ങുക സ്വാഭാവികമാണ്. അതിൽ നിന്നാണ് ആ ബക്ക എന്നുള്ള പേര് വന്നത്. ഇനിയും കൗതുകകരമായ മറ്റൊരു അർത്ഥം ബക്ക എന്ന് പറഞ്ഞാൽ കഴുത്തൊടിഞ്ഞവൻ എന്നതാണ്. തല കുമ്പിട്ടവൻ എന്ന്. കഅബയെ ആക്രമിക്കാൻ വന്ന അബ്രഹത്തിനെയും അവൻ്റെ സൈന്യത്തെയും ഒക്കെ തുരുത്തിയതിനെ സംബന്ധിച്ചും ഏത് അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമായിട്ടുള്ള ആളും ഇവിടെ വരുമ്പോൾ വിനീതനായി ഇടം നൽകുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ബക്ക എന്ന് പറയുന്നു എന്നതാണ് മറ്റൊരു അഭിപ്രായം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇഹ്റാമും അതേപോലെ തന്നെ തവാഫും ഒക്കെയാണ്. അതൊക്കെയും ഹജ്ജിൻ്റെ റുക്നുകളിൽപ്പെട്ടതാണ്. 4 റുക്നുകളാണ് ഹജ്ജിനുള്ളത്. അതിൽ മൂന്നാമതായി വരുന്നത് സഈയാണ്. സഈ നമ്മളുടെ പ്രവർത്തനങ്ങളുമായി പരിശ്രമവുമായി ഏറെ ബന്ധമുള്ളതാണ്. സഈ എന്ന വാക്കിന് അർത്ഥം തന്നെ പരിശ്രമം എന്നുള്ളതാണ്. സൊഫയുടെയും മർവയുടെയും ഇടയിലുള്ള നടത്തവും ഓട്ടവും ഒക്കെയായ പ്രയാണത്തെയാണ് സഈ എന്ന് പറയുന്നത്. ചരിത്രപരവും അതേപോലെ തന്നെ ത്യാഗപരിശ്രമവും കൂടി അടങ്ങിയതാണ് സഈ എന്ന് പറയുന്നത്. യാദൃച്ഛികമായി ഇന്ന് മെയ് 1-ാം തീയതിയാണ്. ആലോചിച്ചൊക്കെ തൊഴിൽ ദിനമായി, മെയ് ദിനമായി ലോകമെമ്പാടും ഈ ദിവസം ആചരിച്ചു വരികയാണ്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ ലോകത്തുള്ള തൊഴിലാളികളുടെ തൊഴിൽ സമയത്തിന് വേണ്ടിയും സമയത്തിൻ്റെ ക്ലിപ്തതയ്ക്ക് വേണ്ടിയും തൊഴിലാളികളോടുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ മുതലാളിത്ത മനോഭാവത്തിനെതിരെയുമൊക്കെയായി ജനങ്ങൾ ഒത്തുകൂടിയ ഒരു ദിവസത്തിൻ്റെ അയവറക്കിക്കൊണ്ടാണ് എല്ലാ മെയ് 1-ാം തീയതിയും മെയ് ദിനം എന്ന രീതിയിൽ ആചരിച്ചു വരുന്നത്. എന്നാൽ 1886 എന്ന് പറയുമ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി അള്ളാഹു അവൻ്റെ കിതാബിലൂടെ മാലോകരെ അറിയിക്കുന്നൊരു പാഠമുണ്ട്. അത് അധ്വാനവുമായി പരിശ്രമവുമായി ബന്ധമുള്ള വചനമാണ്. ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറ നജ്മിലെ 39-ാമത്തെ വചനം, വ അല്ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ, ഓരോ മനുഷ്യനും അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. ഓരോരുത്തരുടെയും തനിക്കു താനെ നാഗവും നരകവും അവനവൻ തന്നെ സൃഷ്ടിക്കുന്നു എന്ന കവിവചനം പോലെ ഓരോരുത്തരുടെയും സ്വർഗവും നരകവും ഒക്കെ അവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
ആ പരിശ്രമങ്ങളുടെ ഫലമായി കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ അവിടെ കൃത്യമായി അത് പറയുകയാണ്. പരിശ്രമത്തെ, അധ്വാനത്തെ വിലമതിക്കുന്നൊരു മതമാണ് നമ്മുടേത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു: മാ അക്കല അഹദുൻ തുആമൻ ഖത്ത്, ഒരാളും ഒരു ഭക്ഷണവും തീരെ കഴിച്ചിട്ടില്ല, ഖൈറുൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായൊരു ഭക്ഷണം ഒരാളും നാളിതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും നല്ലത് അവനവന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചതിൽ നിന്ന് തിന്നുന്നതാണ്. അധ്വാനത്തെ ഇസ്ലാം ഇങ്ങനെ മഹത്വവൽക്കരിക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ അനുജരിൽ ഒരാൾ കൈ നീട്ടി, അല്ലാഹുവിന്റെ റസൂല് അയാൾക്ക് കൈ കൊടുക്കുമ്പോൾ അയാൾ വേഗം കൈ വലിക്കുന്നുണ്ട്. തൻ്റെ പരുപരുത്ത കൈ പ്രവാചകന്റെ കൈകൾക്ക് വേദനയാകുമോ എന്നതാണ് അയാളെ അലട്ടിയിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോടത് പറയുന്നുണ്ട്. ആ രണ്ട് കൈകളും ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഈ കൈകൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കൈകളാണ്, അധ്വാനത്തിന്റെ തഴമ്പുകൾ അവശേഷിക്കുന്ന കൈകൾ. അങ്ങനെ അധ്വാനത്തെ വളരെ കൃത്യമായി തന്നെ വരച്ചു കാണിക്കുന്ന, അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് നമ്മൾ സാന്ദർഭികവശാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ കീഴിൽ അധ്വാനിക്കുന്ന മനുഷ്യന് അവൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പായി വേതനം നൽകണമെന്നത്. നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ പാടത്ത് പണിയും വരമ്പത്ത് കൂലിയുമെന്ന്. ആ രീതി വളരെ അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് നമ്മുടേത്. ആ ഒരു അർത്ഥത്തിൽ ത്യാഗപരിശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ സഫയുടെയും മർവയുടെയും ഇടയിലുള്ള സഴിയ് ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവരുടെ ത്യാഗത്തെയും പരിശ്രമത്തെയും ഇസ്ലാം അംഗീകരിക്കുക മാത്രമല്ല, പിൽക്കാലത്ത് വരുന്ന എല്ലാ മുസ്ലിങ്ങളും അതിലൂടെ കടന്നു പോകണം എന്നതുകൂടി അള്ളാഹു നിശ്ചയിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കുഞ്ഞിനെയും അതിൻ്റെ മാതാവിനെയും മസ്ജിദുൽ ഹറാമിന് ചാരത്ത് കൊണ്ടുപോയി ആക്കിയതിനു ശേഷം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ വചനത്തിൽ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ആ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഒരു മനുഷ്യനോ മാഞ്ചാടിയോ ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഇതാ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ചാരെ ഞാൻ എൻ്റെ സന്തതികളിൽപ്പെട്ട ചിലരെ കൊണ്ടുവന്ന് ആക്കുകയാണ് എന്ന് പറഞ്ഞു പോരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടെടുക്കൽ ഹാജർ ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. യാ ഇബ്രാഹിം, തൻ്റെ പ്രിയപ്പെട്ടവനോട് ഹാജറ ബീവി ചോദിക്കുകയാണ്, അയ്ന തദ്ഹബു വതത്റുകുന ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈഉൻ. ഒരു മനുഷ്യനോ മാഞ്ചാടിയോ ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് താങ്കൾ പോവുകയാണ്, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് ഹാജർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊരു മറുപടി പറയാൻ പോലും ഇബ്രാഹിം നബിക്ക് പറ്റുന്നില്ല. എന്താണ് പറയാൻ കഴിയുക? അവിടെ ഒന്നുമില്ല എന്നുള്ള വസ്തുതയാണ് ഹാജറ ബീവി എടുത്തു പറയുന്നത്. ഹാജർ തന്നെയും ഇബ്രാഹിമിന്റെ മൗനത്തിനിടയിൽ ഹാജർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? അദ്ദേഹം പറയുന്നുണ്ട്, നഅം, അതെ, പടച്ചവനാണ് ഇത് കൽപ്പിച്ചത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കാലത്ത് ഇദല്ല യുദഇഉന, പടച്ചവനാണ് ഇത് കൽപ്പിച്ചത് എങ്കിൽ ഒരിക്കലും അള്ളാഹു ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒരു വലിയ പാറ പോലെ ഉറച്ച വളരെ ശക്തമായ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഹാജറ ബീവി നടത്തുന്നത്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ചെയ്താൽ ആ ചെയ്യുന്ന ആളെ അള്ളാഹു ഉപേക്ഷിക്കുകയില്ല എന്നത് വളരെ കൃത്യമായ വിശ്വാസമാണ്. ഹജ്ജിലൂടെ സഈയിലൂടെ വിശ്വാസികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടെന്നൊരു സംഗതിയാണ് പറയുന്നത്. ത്യാഗപരിശ്രമങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ഏറ്റവും മഹത്വവൽക്കരിക്കുക കൂടി ചെയ്യുകയാണ്. പരിശ്രമങ്ങൾക്ക് ശേഷമാണ് പ്രാർത്ഥന ഉണ്ടാവുക.
പരിശ്രമമൊന്നുമില്ലാതെ ഒരാൾ വെറുതെ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. പ്രാർത്ഥനയുടെ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഈ ആയത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിശ്വാസി ഒരിക്കലും നിരാശനാവുന്നില്ല എന്നതാണ്. പരിശ്രമത്തിലൂടെ പ്രത്യാശയിലൂടെ അവൻ കടന്നു പോവുകയാണ്. ആരോരുമില്ലാത്തൊരു മണലാരണ്യത്തിൽ കടന്നു പോകുന്ന ഹാജറയും മകനും നമുക്ക് പകർന്നു നൽകുന്നൊരു വലിയ പാഠമുണ്ട്. നിരാശയായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയെന്ന് കരയുകയല്ല, അന്വേഷിക്കുകയാണ്, പരിശ്രമം നടത്തുകയാണ്. അതിനെ ഇസ്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഹാജറ എന്ന് പറയുന്ന അടിമയായ മഹദിയുടെ ജീവിതം സമകാലിക ലോകത്ത് വിശ്വാസികൾക്ക് വലിയ പാഠമാണ്. അതെങ്ങനെയാണ് പാഠമാകുന്നത്? നമ്മൾ കടന്നു പോകുന്ന വഴികൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടേതാണ്, ഒരുപാട് വെല്ലുവിളികളുടേതാണ്. നമ്മുടെ അസ്തിത്വം തന്നെയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെല്ലുവിളികൾക്ക് അനുസൃതമായി നിന്നു കൊടുക്കുന്നുണ്ട്. അവരവരുടെ അസ്തിത്വത്തെ മൂടി വയ്ക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അതിനെ വഴിയിൽ വെച്ച് അവർ ഉപേക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് ഹാജറ ബീവിയുടെ ഏറ്റവും മഹത്വമായ ആദർശനിഷ്ഠ ഒരു ഹാജി ജീവിതത്തിലൂടെ പഠിക്കുന്നത്. ഏതു പ്രതിസന്ധിയിലും അടിയുറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ്. ദൃഢനിശ്ചയം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൃത്യമായ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നേറുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിലെ 22-ാമത്തെ അധ്യായത്തിലെ ഹജ്ജ് അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. യഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകാൻ. ഈ ചരിത്രശേഷിപ്പുകളിലൂടെ നമ്മൾ ജീവിതത്തിൽ ഉപകാരപ്രദമായ പലതും സ്വാംശീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഉറവ പറ്റാത്ത സംസം ജീവിതത്തിൽ അവർ അനുഭവിക്കുകയും കാണുകയും ചെയ്യുകയാണ്. എക്കാലത്തുമുള്ള വിശ്വാസികൾക്ക് കറകളഞ്ഞ പ്രതീക്ഷയായിക്കൊണ്ട് സംസം അങ്ങനെ നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ സഈ എന്നുള്ള കർമ്മം കേവലം രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഏതെങ്കിലും നിലക്കുള്ളൊരു നടത്തമോ പ്രയാണമോ ഓട്ടമോ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രവും ആത്മാവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റുക്കൻ എന്ന് പറയുന്നത് അറഫയാണ്. നമുക്കറിയാം, ദുൽഹജ്ജ് 9-നാണ് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. എന്ന് വെച്ചാൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ സംഗമിക്കുക എന്നത്. റുക്കനുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ഒഴിവായിപ്പോയാൽ അയാളുടെ ഹജ്ജ് തന്നെയും ബാത്തിലായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്തയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. അറഫ എന്ന വാക്കിനർത്ഥം തന്നെ അറിയൽ എന്നതാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. ഒരാൾ അവനവൻ്റെ പോരായ്മകൾ, പാപങ്ങൾ, തനിക്ക് ഇന്നലെകളിൽ സംഭവിച്ച വീഴ്ചകളെ ഓർത്തെടുക്കുകയാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു മൈതാനിയിൽ അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവിൽ അവരൊന്നാകെ അണിനിരക്കുമ്പോൾ ആ നൃത്തം അവരെ പരലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായി തോന്നിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലുള്ള, വിവിധ രീതികളുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ വർണ്ണങ്ങളും മറ്റു ജീവിത രീതികളും ഒക്കെ സ്വീകരിച്ച ആളുകൾ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ഇത് പരലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായി കൊണ്ട് പറയാണ്. അള്ളാഹു തൻ്റെ ദാസന്മാരുടെ നിൽപ്പ് കണ്ട് അള്ളാഹു അഭിമാനിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, അള്ളാഹ് പറയും, യാ മലായിക്കത്തി, അല്ലയോ മലക്കുകളെ, ഉൻളുറു, നിങ്ങൾ നോക്കുക, ഇലാ ഇബാദി, എൻ്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കുക. ഖദ് അത്തൗനി ശഅസൻ ഖബറൻ ലാഹീൻ, അവരെ പൊടി പുരണ്ടവരായിക്കൊണ്ടും തലമുടി ജടകുത്തിയവരായിക്കൊണ്ടും വളരെ ക്ഷീണിതരായും ഇതാ അവരെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എന്ന് മലായിക്കത്തിനോട് അള്ളാഹു പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയിക്കുകയാണ്. മറ്റൊന്ന്, ഈ ദുൽഹജ്ജ് 9-നാണ് ഖുർആനിൻ്റെ ഈ ദീൻ അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദീൻ പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനം അവതരിക്കുന്നത്. ഖുർആനിലെ 5-ാമത്തെ അധ്യായം
സൂറ മാഇദയിലെ 3-ാമത്തെ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അൽയൗമ എന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട മതമായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം അവതരിക്കുന്നത് ദുൽഹജ്ജ് 9 അറഫ സംഗമത്തിലാണ് എന്നുള്ളതാണ്. ആ വചനത്തിന് ഒടുവിൽ അള്ളാഹു പറയുന്നത് വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കണം, തൃപ്തി വലിയൊരു ഘടകമാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, നമുക്ക് തൃപ്തിയില്ലാതെ വരുന്നു. അതാണ് മറ്റു പലതിനെയും നമുക്ക് ജീവിതത്തിലേക്ക് കടം കൊള്ളാനുള്ള നമ്മുടെ ഒരു താല്പര്യം കടന്നു വരുന്നത് തൃപ്തിയില്ലാത്തതിൻ്റെ പേരിലാണ്. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പടച്ചവനിൽ തൃപ്തിയില്ലാത്തവരായി വരുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അള്ളാഹു അല്ലാത്ത ശക്തികളെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവർ കാണുന്നത്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിലേക്ക് പോവുക സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഈ മതത്തെ തൃപ്തിപ്പെടുക എന്നതാണ്, മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുകൊണ്ട് തൃപ്തിയുള്ളവനായി തീരുക. ഹജ്ജിലൊക്കെ നമ്മൾ കാണുന്നത് പല ഭാഗത്തുനിന്ന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ ആത്മാവിനെ തൊട്ടറിയാത്ത ആളുകൾ പുതിയതായി കടത്തിക്കൂട്ടിയ പലതുമായി കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂല് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാൻ പറയുന്ന ചില അദ്കാറുകൾപ്പെട്ട ദിക്റാണിത്. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനുമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് പ്രഖ്യാപിക്കാൻ, ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഗതി കൂടി, ഒരു ദിക്റ് കൂടിയാണ്. ആ നിലയിൽ ഈ തൃപ്തി ജീവിതത്തിൽ കൈവരിക്കാൻ ഈ അറഫ സംഗമത്തിലൂടെ സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രത്യേകതയായി ഇമാം മുസ്ലിമും ബുഖാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യഅ്തഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമ അറഫ. അറഫയിലെ ആ ദിവസത്തേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്നതാണ്. അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഈ ദിവസം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിർമ്മലമായി തീരുന്നൊരു മനുഷ്യൻ ഈ ഹജ്ജിലൂടെ കൈവരിക്കുന്നത് ജീവിതത്തിൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തിലെ പരിശുദ്ധിയായി കൊണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അറഫ സംഗമത്തിൽ പ്രവാചകൻ വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ ഓരോ കണ്ടന്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ കാലഘട്ടമായി പോലും അതിന് എത്രമേൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇത്തഖുല്ലാഹ വസ്തൗസു ബിന്നിസാ. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം, പരസ്പരം നിങ്ങൾ ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കണമെന്ന് പറയാണ്. പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീജനങ്ങൾ, സമൂഹത്തിൻ്റെ അർദ്ധഭാഗത്തിലധികം വരുന്ന സ്ത്രീകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തം വീടകങ്ങളിലും സമൂഹത്തിൻ്റെ മറ്റിടങ്ങളിലുമൊക്കെയും അവർ പീഡിത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമൂഹത്തെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തിയുള്ള ഒരു കരാറ് കൊണ്ടാണ് അവർ നിങ്ങളുടെ കൂടെ ആയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പോലെ അവരുമായിട്ടുള്ള ബാധ്യതകളും ബന്ധങ്ങളും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയാൻ പ്രവാചകൻ. അതേ പ്രവാചകൻ പറയുന്നുണ്ട് വിശ്വാസികൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മര്യാദകൾ. ഇന്ന ദിമാഉക്കും വ അംവാലുക്കും വ അറാദുക്കും ഹറാമുൻ കഹുറുമത്തി യൗമിക്കും ഹാദാ. ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ എത്രമേൽ ആദരണീയവും പവിത്രതയുമുണ്ടോ അതിനേക്കാൾ പവിത്രമാണ്
നിങ്ങൾ ഓരോരുത്തരുടെയും രക്തവും നിങ്ങൾ ഓരോരുത്തരുടെയും ധനവും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിമാനവും എന്ന് പറയുന്നത്, അത് പരസ്പരം ഒരിക്കലും അപഹസിക്കപ്പെട്ടുകൂടാ, അതൊരിക്കലും കവർച്ച ചെയ്യപ്പെട്ടുകൂടാ. ആ നിലയിൽ പരസ്പരം ആദരവോടും ബഹുമാനത്തോടും കൂടി ജീവിക്കണമെന്ന് പറയാണ്. മനുഷ്യരുടെ സമത്വത്തെയും സാഹോദര്യത്തെയും മാനവികതയും ഒക്കെ തൻ്റെ പ്രസംഗത്തിലൂടെ പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുകയാണ്. അല്ലയോ പ്രവാചകരെ, അങ്ങേ വിടയം വാങ്ങുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ചില ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂല് ആ രീതിയിൽ, ഏറ്റവും ആകർഷണീയമായ രീതിയിൽ, അവരുടെ മനസ്സുകൾ കവരുന്ന രീതിയിലാണ് പ്രവാചകൻ ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ജനങ്ങൾ രണ്ട് വിഭാഗമേ ഉള്ളൂ. അതിലൊന്ന് ഏറ്റവും തഖിയായിട്ടുള്ള ആളുകൾ, ഭക്തനായിട്ടുള്ള ആള്. മറ്റൊരാൾ ഷഖിയായിട്ടുള്ള ആള്, ദൗർഭാഗ്യവാനായ ആള്. തഖിയായിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് എങ്കിൽ മറ്റൊരു മനുഷ്യൻ നിന്ദ്യനായവനാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരതയിലായിപ്പോയിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് വിഭാഗമല്ലാതെ മനുഷ്യർ ഏതെങ്കിലും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ തറവാടിത്തത്തിൻ്റെയോ പേരിൽ മനുഷ്യർക്കിടയിൽ തട്ടുകളായി തിരിക്കുന്നതിന് പ്രവാചകൻ നിരാകരിക്കുകയാണ്. ആ രീതിയിൽ ഹജ്ജിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അത് കൃത്യമായ മാനവികതയാണ്. അതേപോലെ തന്നെ അചഞ്ചലമായ ദൈവവിശ്വാസമാണ്, തൗഹീദാണ്. അതേപോലെ തന്നെ സമർപ്പണമാണ്. ആ രീതിയിൽ ഈ കർമ്മത്തെ അടുത്തറിയാനും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മനുഷ്യർ ആ രീതിയോടുകൂടി തന്നെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തു വരാനും ഭാവിയിൽ ഇതേ കർമ്മങ്ങൾ ഇതേ അന്തസത്തയോടുകൂടി ചെയ്യാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകാനും വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.